നമസ്കാരം, സിബു വൈഷ്ണവ്. സ്മാർട്ട് ഫിറ്റ്നസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ സെഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു എന്താണ് ഫുൾ ബോഡി റൊട്ടീൻ, എന്താണ് സ്പ്ലിറ്റ് റൊട്ടീൻ എന്നതിനെക്കുറിച്ച് വിശദമായിട്ട് നമ്മൾ സംസാരിച്ചിരുന്നു. അതിൻ്റെ ബാക്കി വശമാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. കഴിഞ്ഞ എപ്പിസോഡ് കാണാത്തവർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. ആ ലിങ്ക് കൂടെ കഴിഞ്ഞ എപ്പിസോഡ് കാണുക. അതിൻ്റെ കണ്ടിന്യൂഷനാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് നമ്മൾ ഈ ഫുൾ ബോഡി വർക്കൗട്ട് കൊണ്ടുള്ള മെറിറ്റ്സ് എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ ഡീമെറിറ്റ്സ് എന്താണ്, ഇതൊക്കെ നമുക്കിന്ന് നോക്കാം. ആദ്യം നമുക്ക് ഫുൾ ബോഡി വർക്കൗട്ട്സിൻ്റെ പ്രോസ് എന്താണ് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിൻ്റെ മെറിറ്റ്സ് എന്തൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഒന്നാമത്തെ മെറിറ്റ്സ് നമുക്ക് പറയാൻ പറ്റുന്ന ബാലൻസ്ഡ് ബോഡിയാണ്. അതായത് വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു മസിൽ, അതായത് എല്ലാ മസിൽ ഗ്രൂപ്പിനും ഒരു ദിവസം നമ്മൾ വർക്കൗട്ട് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു സെഷൻ നമ്മൾ എല്ലാ മസിൽ ഗ്രൂപ്പിനും വർക്കൗട്ട് കൊടുക്കുന്നുണ്ട്. വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ബോഡി മെയിൻറ്റെയിൻ ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരിക്കും. കാരണം നമ്മൾ ഒരു ദിവസം എല്ലാ മസിൽ ഗ്രൂപ്പിനെ ഹിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു മസിൽ മാസ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കും. രണ്ടാമത്തെ മെറിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇത് നമുക്കൊരു സെഷൻ മിസ് ചെയ്താലും പ്രശ്നമില്ലെന്നുള്ളതാണ്. കാരണം നമ്മൾ ചിലപ്പം ഈ പ്രോഗ്രാം പ്ലാൻ ചെയ്യുന്ന, ഈ ഫുൾ ബോഡി വർക്കൗട്ട് പ്ലാൻ ചെയ്തിരിക്കുന്ന വീക്കിലി 3 days ആയിരിക്കും. ഇപ്പോൾ നമുക്ക് ഒരു ദിവസം വരാൻ പറ്റുന്നില്ല, നമുക്ക് വീക്കിലി 2 ദിവസം വരാൻ പറ്റുന്നുള്ളൂ. പക്ഷേ ഈ 2 ദിവസം വന്നാൽ പോലും നമുക്ക് ഒരാഴ്ചയിൽ 2 ദിവസമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 ദിവസം നമ്മൾ എല്ലാ മസിൽസിനെ ഹിറ്റ് ചെയ്തു. അപ്പോൾ ഒരു ദിവസം മിസ്സായാലും നമുക്ക് പ്രശ്നം ഉണ്ടാവുന്നില്ല. മൂന്നാമത്തെ മെറിറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ് ലോസ് ആണ്. ശരിക്കും നമ്മൾ ഫുൾ ബോഡി വർക്കൗട്ട് ട്രെയിൻ ചെയ്യുന്നതുകൊണ്ട് കലോറി ബേണിങ് നല്ലോണം നടക്കും. കാരണം നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ ലാർജ് മസിൽ ഗ്രൂപ്പ്സ് ഉണ്ട്, സ്മാൾ മസിൽ ഗ്രൂപ്പ്സ് ഉണ്ട്. അപ്പോൾ ലാർജ് മസിൽ ഗ്രൂപ്പ്സിനെ ട്രെയിൻ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് കൂടുതൽ കലോറി ബേണിങ് നടക്കുകയുള്ളൂ. അപ്പം ഫുൾ ബോഡി വർക്കൗട്ട് റൊട്ടീനിൻ്റെ പ്ലാനിലാണ് നമ്മൾ പോകുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് കലോറി ബേണിങ് നല്ല രീതിയിൽ നടക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഒരു ഫാറ്റ് ലോസിന് ശരിക്കും നമുക്കൊരു ഫുൾ ബോഡി റൊട്ടീനായിരിക്കും ഏറ്റവും നല്ലത്. ഫുൾ ബോഡി വർക്കൗട്ട് ചെയ്യുന്നുള്ള അടുത്തൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും കാർഡിയോ ബെനിഫിറ്റ്സ് ആണ്. ശരിക്കും കാർഡിയോ വർക്കൗട്ട്സ് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യം ഫുൾ ബോഡി റൊട്ടീൻ ആയിരിക്കും. കാരണം ഫുൾ ബോഡി റൊട്ടീൻ കൊണ്ട് നമുക്ക് നല്ലൊരു സർക്യൂട്ട് ട്രെയിനിങ് മോഡൽ വർക്കൗട്ട്സ് ഒക്കെ ചെയ്യാൻ സാധിക്കും. ഇത് നല്ലൊരു കാർഡിയോ വർക്കൗട്ട്സ് കൂടിയായിട്ട് നമുക്ക് ആ കാർഡിയോ വർക്കൗട്ട്സിൻ്റെ ബെനിഫിറ്റ് കൂടെ നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കും. ബിഗിനേഴ്സിന് ഏറ്റവും നല്ലതായിരിക്കും ഫുൾ ബോഡി റൊട്ടീൻ എന്ന് പറയുന്നത്. ഒരാഴ്ചയിൽ നമ്മൾ ഒരു 2 സ്പ്ലിറ്റോ 3 സ്പ്ലിറ്റോ കൊടുത്ത് ഫുൾ ബോഡി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ മസിൽ ഗ്രൂപ്പ്സിനെ കറക്റ്റായിട്ട് ഹിറ്റ് ചെയ്ത് പോകുന്നുണ്ടായിരിക്കും. ഹെവി ഇൻറ്റൻസിറ്റിയിൽ നമ്മൾ ഒരു മസിലിനെ ടാർഗറ്റ് ചെയ്യുന്നില്ല. ഇപ്പോൾ നമ്മൾ സ്പ്ലിറ്റ് റൊട്ടീൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഓരോ മസിൽ ഗ്രൂപ്പിനും അതിൻ്റെ ഇൻറ്റൻസിറ്റി വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അതിൻ്റെ റിക്കവറി ഫേസും കൂടുതലായിരിക്കും. മസിൽ പെയിൻ അങ്ങനെയുള്ള പ്രശ്നം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പം ഒരു ലൈറ്റ് ഇൻറ്റൻസിറ്റിയിലായിരിക്കും നമുക്ക് ഈ ഫുൾ ബോഡി റൊട്ടീൻ വർക്കൗട്ട് കൊടുക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് ബിഗിനേഴ്സിന് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നതും ഫുൾ ബോഡി റൊട്ടീൻ തന്നെ ആയിരിക്കും. ഇനി ഫുൾ ബോഡി റൊട്ടീൻ്റെ കോൺസ് എന്തൊക്കെയാണ്, അതിൻ്റെ ഡീമെറിറ്റ്സ് എന്തൊക്കെയാണ് നമ്മൾ നോക്കാം. നേരത്തെ ഞാൻ പറഞ്ഞ കണക്ക് തന്നെ നമുക്ക് ഒരു മസിലിനെ നമുക്ക് ടാർഗറ്റ് ചെയ്ത് ഹിറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഒരു നല്ലൊരു ഇൻറ്റൻസിറ്റിയിൽ നമ്മുടെ ഒരു ലാർജ് മസിൽ ഗ്രൂപ്പിന് നല്ലൊരു ഇൻറ്റൻസിറ്റിയിലുള്ളൊരു വർക്കൗട്ട് കൊടുക്കാൻ ഫുൾ ബോഡി വർക്കൗട്ട്സിന് പറ്റില്ല. എക്സാമ്പിൾ ലെഗ്സിൻ്റെ വർക്കൗട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഫുൾ ബോഡി ചെയ്യുന്നെങ്കിൽ ലെഗ്സിന് കറക്റ്റായിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള അല്ലെങ്കിൽ ലെഗ് മസിൽസായ ക്വാഡ്രിസെപ്സിനോ ഹാംസ്ട്രിങ്സിനോ വളരെ ഒരു ഇൻറ്റൻസിറ്റിയിൽ നമുക്ക് വർക്കൗട്ട് കൊടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ലാർജ് മസിൽ ഗ്രൂപ്പിന് ഇൻറ്റൻസിറ്റി വർക്കൗട്ട് കിട്ടാനുള്ള ചാൻസ് ഫുൾ ബോഡി റൊട്ടീൻസിനകത്ത് കുറവാണ്. അത് അതിൻ്റെ ഒരു ഡീമെറിറ്റ്സ് ആണ്. നെക്സ്റ്റ് ഡീമെറിറ്റ്സ് എന്ന് പറഞ്ഞാൽ ക്യാൻ ലീഡ് ടു ഓവർ ട്രെയിൻ. ഇത് ശരിക്കും ചില മസിൽ ഗ്രൂപ്പ്സിന് ഓവർ ട്രെയിൻ അല്ലെങ്കിൽ അതിൻ്റെ വർക്ക് ലോഡ് കൂടാനും അത് ഓവർ ട്രെയിൻ ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇപ്പം നമ്മളിത് ഫുൾ ബോഡി ട്രെയിൻ ചെയ്യുമ്പോൾ നമ്മൾ എല്ലാ മസിൽ ഗ്രൂപ്പിനും ഒരേ കണക്കായി ചെയ്തു വരുന്നത്. അപ്പോൾ നമ്മുടെ സ്മാൾ മസിൽ ഗ്രൂപ്പ്സായ ഇപ്പം ബൈസെപ്സ്, ട്രൈസെപ്സ്, ചിലപ്പോൾ ഷോൾഡർ മസിൽസ്, അങ്ങനെയുള്ള അല്ലെങ്കിൽ കാഫ് മസിൽസ്, അങ്ങനെയുള്ള നമ്മുടെ സ്മാൾ മസിൽ ഗ്രൂപ്പ്സിനും ഇത് ചിലപ്പം ഓവർ ട്രെയിൻ ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ഇഞ്ചുറി വരാനുള്ള പോസിബിലിറ്റിയും അതുമൂലം കൂടാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു 3 day സ്പ്ലിറ്റോ അല്ലെങ്കിൽ ഒരു 4 day സ്പ്ലിറ്റോ ഒക്കെ എടുത്ത് ഫുൾ ബോഡി ചെയ്യുന്നവരെ സംബന്ധിച്ചോളം അവർക്ക് ചിലപ്പോൾ ഇത് ഇഞ്ചുറിക്കുള്ള പോസിബിലിറ്റി കൂടുതലാണ്. കാരണം മസിൽസിന് കറക്റ്റായിട്ടുള്ള റിക്കവറി കിട്ടുന്നില്ല. അപ്പോൾ അതിന് ഇഞ്ചുറി വരാനുള്ള പോസിബിലിറ്റി കൂടുതലായിരിക്കും. അപ്പം അത് അതിൻ്റെ ഒരു ഡീമെറിറ്റ്സ് ആണ്. അതിൻ്റെ വേറൊരു ഡീമെറിറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഇൻറ്റൻസിറ്റി നമുക്ക് ഓരോ മസിൽ ഗ്രൂപ്പിനും കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. കാരണം ഇത് ഫുൾ ബോഡി റൊട്ടീൻ ആയതുകൊണ്ട് നമുക്ക് ഒരു മസിലിനെ ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം കറക്റ്റ് ഇൻറ്റൻസിറ്റിയിൽ മസിൽസിന് വർക്കൗട്ട് കിട്ടുന്നില്ല. പ്രത്യേകിച്ച് ലാർജ് മസിൽസിന് ആ ഒരു ഇൻറ്റൻസിറ്റി കിട്ടുന്നില്ല. ഇനി അടുത്ത അതിൻ്റെ ഒരു ഡീമെറിറ്റ്സ് എന്ന് പറയുന്നത് ടൈമാണ്. കാരണം ഫുൾ ബോഡി നമ്മൾ റൊട്ടീൻ ചെയ്യുന്ന പറഞ്ഞാൽ ടൈം കൂടുതലെടുക്കും. കാരണം മിനിമം ഒരു 60 minutes എങ്കിലും എടുക്കാതെ നമുക്കൊരു ഫുൾ ബോഡി റൊട്ടീൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് അതിൻ്റെ ഒരു ഡീമെറിറ്റ്സ് തന്നെയാണ്. ഓക്കെ, നമുക്കിനി സ്പ്ലിറ്റ് റൊട്ടീനുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ പ്രോസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റ് ഫോർ ഫോക്കസിങ് ഓൺ വൺ ഏരിയ. നമുക്ക് ഒരു മസിൽ ഗ്രൂപ്പ്സിനെ ടാർഗറ്റ് ചെയ്ത് അതിന് നല്ലൊരു ഇൻറ്റൻസിറ്റിയിൽ വർക്കൗട്ട് കൊടുക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് ലാർജ് മസിൽ ഗ്രൂപ്പിനൊക്കെ നല്ല ഇൻറ്റൻസിറ്റിയിൽ നമുക്ക് ഒരു 3, 4, 5, 6 സെറ്റ്സൊക്കെ നമുക്ക് റെപ്പറ്റീഷനോ ഒക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് നല്ലോണം വർക്കൗട്ട് ചെയ്യാൻ സാധിക്കും.
പിന്നെ അതിന് കറക്റ്റായിട്ടുള്ള റിക്കവറി നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഇപ്പോൾ ഒരു മസിൽ ഗ്രൂപ്പിന് നമ്മൾ ഹിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് വേണമെങ്കിൽ നമുക്കൊരു 24 to 48 അല്ലെങ്കിൽ 72 hours എങ്കിലും 3-4 ദിവസം വേണമെങ്കിൽ നമുക്ക് അതിനൊരു റിക്കവറി ഫേസ് കൊടുക്കാൻ സാധിക്കും. ആ മസിലിന് ആ റിക്കവറി കൊണ്ട് കറക്റ്റായിട്ട് ഗ്രോത്തും കിട്ടുന്നുണ്ടായിരിക്കും. രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ വെയിറ്റ് അല്ലെങ്കിൽ ഹെവി വെയ്റ്റ്സ് നമുക്ക് മാനേജ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. ഇപ്പോൾ നമ്മൾ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഹെവി ആയിട്ടുള്ള ടാസ്ക്കാണ്. അപ്പോൾ ഈ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യണമെങ്കിൽ ഒരുപാട് മസിൽസ് റിക്രൂട്ട് ആവുന്നുണ്ട്. അപ്പം ഫുൾ ബോഡിയേക്കാൾ നമുക്ക് നല്ല രീതിയിൽ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ നല്ല വെയിറ്റ് ഉപയോഗിച്ച് നമുക്ക് വർക്കൗട്ട് ചെയ്യാനും അത് മാനേജ് ചെയ്യാനും നമുക്ക് ഏറ്റവും കൂടുതൽ ഈസിയായിട്ട് സഹായിക്കുന്നത് ഈ സ്പ്ലിറ്റ് റൊട്ടീൻ വർക്കൗട്ട് മെത്തേഡിനായിരിക്കും. സ്പ്ലിറ്റ് റൊട്ടീനുള്ള വേറെ അഡ്വാൻറ്റേജ് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ വർക്കൗട്ടുകൾ നമുക്ക് മാറ്റാൻ സാധിക്കുന്നുള്ളതാണ്. ഈസി ടു സ്വിച്ച് വർക്കൗട്ട്സ് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോ ദിവസവും നമ്മൾ ഓരോ പർട്ടിക്കുലർ മസിൽ ഗ്രൂപ്പ്സിനായിരിക്കും വർക്കൗട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ആ ഗ്രൂപ്പുകൾ നമുക്ക് മാറ്റാം. ആ മസിൽ ഗ്രൂപ്പ്സിനെ മാറ്റി നമുക്ക് വേറെ മസിൽസിനെ ആഡ് ചെയ്തിട്ട് നമ്മുടെ ഡേയ്സ് മിസ്സാവാതെ നമുക്ക് കറക്റ്റായിട്ട് വർക്കൗട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. പിന്നെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ടൈമാണ്. സ്പ്ലിറ്റ് റൊട്ടീൻ നമുക്കൊരു 40-45 minutes കൊണ്ട് ഈസി ആയിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ടൈം വളരെ കുറച്ച് ടൈം നമ്മൾ ജിമ്മിൽ സ്പെൻഡ് ചെയ്താൽ മതി, അല്ലെങ്കിൽ കുറച്ച് ടൈം നമ്മൾ വർക്കൗട്ടിന് എടുത്താൽ മതിയായിരിക്കും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് സ്പ്ലിറ്റ് വർക്കൗട്ട് റൊട്ടീനിലുള്ള കോൺസ് അല്ലെങ്കിൽ അതിൻ്റെ ഡീമെറിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ കലോറി ബേണിങ്ങിലുള്ള ഒരു ഡിഫറൻസ് അതിനകത്തൊരു ഡീമെറിറ്റ്സ് ആണ്. അതായത് ഫുൾ ബോഡിയിൽ അത്ര നമുക്ക് കലോറി ബേണിങ് ചിലപ്പോൾ സ്പ്ലിറ്റ് ബോഡി കിട്ടില്ല എല്ലാ ദിവസവും. ഞാൻ പറഞ്ഞത് ചിലപ്പോൾ ഒരു ദിവസം നമ്മുടെ ആംസിൻ്റെ വർക്കൗട്ടാണെങ്കിൽ അന്നത്തെ കലോറി ബേണിങ് കുറവായിരിക്കും. കാരണം ഫുൾ ബോഡി ചെയ്യുമ്പോൾ നമ്മൾ ലാർജ് മസിൽ ഗ്രൂപ്പ്സിനെല്ലാം എല്ലാ ദിവസവും ഹിറ്റ് ചെയ്യുന്നതുകൊണ്ട് അവിടെ ആ ദിവസത്തെ കലോറി ബേണിങ് കൂടുതലായിരിക്കും. ഇത് നമ്മൾ ഡിപ്പെൻഡ്സ് നമ്മൾ ഓരോ ദിവസവും ടാർഗറ്റ് മസിൽ ഗ്രൂപ്പ്സിന് മാത്രമായതുകൊണ്ട് അവിടെ കലോറി ബേണിങ് മറ്റേതിനെ അപേക്ഷിച്ച് കുറവായിരിക്കും. രണ്ടാമത്തെ കാര്യം മസിൽസ് ആൻഡ് സ്ട്രെങ്ത് ഇംബാലൻസ് ആണ്. ഇപ്പോൾ നമ്മുടെ വർക്കൗട്ട് റൊട്ടീൻ ഒരു പ്രോഗ്രാം ഒരു സ്ട്രക്ചർ അല്ലെന്നുണ്ടെങ്കിൽ പല മസിൽസിനും ഓവറായിട്ട് വർക്കൗട്ട് കിട്ടുകയും ചില മസിൽ ഗ്രൂപ്പ്സിന് വർക്കൗട്ട് കുറയുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ മസിലിൻ്റെ സൈസിലും അതിൻ്റെ സ്ട്രെങ്തിലും ഒക്കെയുള്ള ഒരു ഇംബാലൻസ് അവിടെ നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും. സ്പ്ലിറ്റ് റൊട്ടീനുള്ള വേറൊരു ഡീമെറിറ്റ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു കാണ്ട് സ്കിപ്പ് ദ വർക്കൗട്ട്. നമുക്കൊരു ദിവസത്തെ വർക്കൗട്ട് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. കാരണം സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ആഴ്ച ആ മസിൽ ഗ്രൂപ്പിനുള്ള വർക്കൗട്ട് മിസ്സാവും. കാരണം നമ്മളിത് 3 days പ്രോഗ്രാമായിട്ടോ അല്ലെങ്കിൽ 4 days സ്പ്ലിറ്റ് ആയിട്ടൊക്കെ ആയിരിക്കും നമ്മൾ ചിലപ്പോൾ ചെയ്യുന്നത്. ചിലപ്പോൾ 5 days 6 days ആയിരിക്കാം. പക്ഷേ നമ്മൾ ഒരാഴ്ച നമ്മളൊരു വെനസ്ഡേ നമ്മളിപ്പോൾ ലെഗിനാണ് ചെയ്യുന്നതെങ്കിൽ അന്നത്തെ ദിവസം നമ്മൾ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ആഴ്ച ലെഗിനുള്ള വർക്കൗട്ട് ലോഡ് കുറയും. ചിലപ്പോൾ ഒരു ദിവസമായിരിക്കും നമുക്ക് ലെഗിന് കിട്ടുന്നത്, ആഴ്ച 2 ദിവസം കിട്ടേണ്ടത് ചിലപ്പോൾ ഒരു ദിവസമായിരിക്കും കിട്ടുന്നത്, ചിലപ്പോൾ ആഴ്ച ഒരു ദിവസമാണ് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ അത് ആഴ്ച മിസ്സായെന്നിരിക്കും. അപ്പോൾ നമുക്ക് ഒരു ദിവസം മിസ്സാവാൻ സ്പ്ലിറ്റ് റൊട്ടീനകത്ത് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ഇതൊക്കെയാണ് നമ്മുടെ ഫുൾ ബോഡി വർക്കൗട്ട്സിൻ്റെയും സ്പ്ലിറ്റ് റൊട്ടീൻ്റെയൊക്കെ മെരിറ്റ്സും ഡീമെരിറ്റ്സും. അപ്പം നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ച് നമുക്ക് പറ്റുന്ന രീതിക്കനുസരിച്ച് നമ്മുടെ ഗോൾ എന്താണോ അതിനനുസരിച്ച് നമുക്ക് ഏതൊക്കെ വർക്കൗട്ട് റൊട്ടീൻ നമുക്ക് പ്ലാൻ ചെയ്യാവുന്നേ ഉള്ളൂ. ഇപ്പം നിങ്ങൾ ആഴ്ചയിൽ 2 ദിവസം നിങ്ങൾക്ക് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ മതി, 2 ദിവസം മതി. അപ്പം നിങ്ങൾക്ക് ഏറ്റവും പ്രിഫർ ചെയ്യുന്ന ഒരു ഫുൾ ബോഡി വർക്കൗട്ട് റൊട്ടീൻ ആയിരിക്കും. അല്ലെങ്കിൽ 3 ദിവസം പോകാൻ പറ്റുന്നെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല ഫുൾ ബോഡി റൊട്ടീൻ ആയിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ആഴ്ചയിൽ 3 ദിവസം അതിൽ കൂടുതൽ പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ സ്പ്ലിറ്റ് റൊട്ടീൻ പ്ലാൻ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതായത് നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച്, നിങ്ങളുടെ ഫിറ്റ്നസ് ഗോളിനനുസരിച്ച്, നിങ്ങളുടെ നീഡിനനുസരിച്ച് നിങ്ങൾക്ക് ഈ വർക്കൗട്ട് റൊട്ടീൻ പ്ലാൻ ചെയ്യാവുന്നതാണ്. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത് നമ്മൾ സ്പ്ലിറ്റ് റൊട്ടീൻ്റെയും ഫുൾ ബോഡി റൊട്ടീൻ്റെയും അതിൻ്റെ മെരിറ്റ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ ഡീമെരിറ്റ്സ് എന്തൊക്കെയാണെന്നാണ്. നിങ്ങൾക്ക് ഈ പ്രോഗ്രാം എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ചോദിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യുക. താങ്ക്